ദുരുപദേശം പ്രചരിപ്പിക്കുന്ന ചില പെന്തക്കോസ്തു നാമധാരികൾ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും. 1 കൊരിന്ത്യർ 13:8. അതിനൊക്കെ എത്രയോ മുൻപു തന്നെ യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകിയതാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. മത്തായി അധ്യായം 7:15. പഴയ നിയമ പുസ്തകത്തിൽ വലിയ പ്രവാചകന്മാരായ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരായ ഹോശേയ, മലാഖി വരെ 12 പ്രവാചകന്മാരുടെയും പുസ്തകങ്ങൾ കാണാം. എന്താണ് പ്രവചനം? സംഭവിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകൾ. അതു ദൈവം തെരഞ്ഞെടുത്തവരിൽ കൂടി തന്റെ ജനത്തെ മുൻകൂട്ടി അറിയിക്കുക. മലാഖി പ്രവചനത്തിനു ശേഷം ഏകദേശം 400 വർഷങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഒന്നും മനുഷ്യന് ലഭിച്ചിരുന്നില്ല. തിരുവെഴുത്തു പൂർണ്ണമായി ലഭിക്കുകയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതു അപ്പോസ്തലനായ യോഹന്നാന് ദൈവം പത്മോസ് ദ്വീപിൽ വെച്ചു വെളിപ്പെടുത്തി നൽകുകയും ചെയ്തതോടുകൂടി പ്രവാചക ശുശ്രൂഷ നിന്നുപോയി. ഇന്നത്തെ കള്ളപ്രവാചകന്മാർ. 1. സുഖിപ്പിക്കൽ പ്രവാചകന്മാർ. നിന്നെ ദൈവം വാലല്ല തലയാക്കും. നിന്നെ ഗൾഫിൽ കൊണ്ടുപോകും. നിനക്ക് പുതിയ കാർ ലഭിക്കും. നിനക്ക് പുതിയ ഭവനം ലഭിക്കാൻ പോകുന്നു. നിന്റെ എല്ലാ കഷ്ടപ്പാടുകളും ദൈവം നീക്കുവാൻ പോകുന്നു. ഇങ്ങനെ പ്രലോഭനങ്ങൾ കാണിച്ചു ധനസമ്പാദനം നടത്തുകയും ഏതെങ്കിലും പേരിൽ ഒരു മിനിസ്ട്രി നടത്തുക, പെന്തക്കോസ്തു നാമത്തിൽ ഒരു സഭയും തുടങ്ങുക. 2. ഭയപ്പെടുത്തുന്ന പ്രവാചകന്മാർ. നിനക്ക് വലിയ ആപത്തു വരാൻ പോകുന്നതായി ഞാൻ കാണുന്നു. നിനക്ക് മാരക രോഗം വരാൻ പോകുന്നതായി ഞാൻ കാണുന്നു. നിന്റെ വീട്ടിൽ ഒരു മരണനിഴൽ ഞാൻ കാണുന്നു. ഇങ്ങനെ ഭയപ്പെടുത്തി കൂടെ നിർത്തുന്ന കള്ളപ്രവാചകന്മാർ. ഇന്നും ദൈവജനത്തിന് പ്രവചനത്തിന്റെ ആവശ്യമെന്തോ? ഒരു ദൈവപൈതലിന് അറിയേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇല്ലെങ്കിൽ സംഭവിക്കുന്നതും ഭാവിയിൽ ദൈവജനത്തിന് സംഭവിക്കുന്നതും ലോകജനത്തിനും ലോകത്തിനും സംഭവിക്കുവാൻ പോകുന്നതും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിനക്കു ഇതിൽ കൂടുതൽ എന്തറിയാനാണ്? ഈ ചതി തുറന്നുകാട്ടുന്നവരെ ദുരുപദേശകർ എന്നോ ആക്ഷേപിക്കുവാൻ ചില നാസ്തികരെ വരെ ഈ കൂട്ടർ കൈക്കലാക്കി പ്രചരണം നടത്തുന്നു. ഈ ചതിയന്മാരെ സൂക്ഷിക്കണം. കംപ്ലോറ